ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ക്ലിനിക്കൽ സിംറ്റംസ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഓർഗനോഫോസ്ഫറസ് പോയ്സണിങ്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് ഓഫ് പോയ്സണിങ് ആണ്. അപ്പോൾ ഈ ഓർഗനോഫോസ്ഫറസ് കോമ്പൗണ്ട് ഈസിലി അവൈലബിൾ ആണ്. പിന്നെ അത് ഉപയോഗിക്കുന്നത് അഗ്രികൾച്ചറൽ ആൻഡ് ഹൗസ് ഹോൾഡ് ഇൻസെക്ടിസൈഡ്സ് ആയിട്ടാണ്. ഓർഗനോഫോസ്ഫറസ് പോയ്സണിങ് സംഭവിച്ചാലുള്ള സിംറ്റംസ് എന്തൊക്കെയെന്ന് നോക്കാം. ഒരുപാട് സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഇറിറ്റേഷൻ ഓഫ് ഐ, ലാക്രിമേഷൻ, സലീവേഷൻ, സ്വെറ്റിംഗ്, ബ്ലറിങ് ഓഫ് വിഷൻ. ഇതിൻ്റെയൊക്കെ മീനിങ് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നെക്സ്റ്റ് ബ്രോങ്കോസ്പാസം, ബ്രീത്ത്ലെസ്നെസ്, ഇൻവോളണ്ടറി ഡെഫിക്കേഷൻ, യൂറിനേഷൻ, ഫോൾ ഇൻ BP, ബ്രാഡികാർഡിയ ഓർ ടാക്കികാർഡിയ. അതെല്ലാം അറിയുന്ന ടേംസ് അല്ലേ. നമ്മളെ ഹൃദയമിടിപ്പ് കുറയുന്നയും കൂടുന്ന അവസ്ഥയാണ് ബ്രാഡികാർഡിയ ഓർ ടാക്കികാർഡിയ. നെക്സ്റ്റ് അരിത്മിയ, ഇറഗുലർ ഹാർട്ട് ബീറ്റ് ആണ് അരിത്മിയ. നെക്സ്റ്റ് വാസ്കുലാർ കൊലാപ്സ്, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഡിസ്റ്റർബ് ആകുന്ന ഒരവസ്ഥയാണ് വാസ്കുലാർ കൊലാപ്സ്, ലീഡിങ് ടു ഡിക്രീസ് ഇൻ BP ആൻഡ് ലോസ് ഓഫ് കോൺഷ്യസ്നസ്. അതാണ് വാസ്കുലാർ കൊലാപ്സ്. നെക്സ്റ്റ് മസ്കുലാർ വീക്ക്നെസ്, റെസ്പിറേറ്ററി പാരാലൈസിസ്, നമ്മുടെ ബ്രീത്തിങ് മസിൽസ് വീക്കൻ ആകുന്ന അവസ്ഥയാണ് റെസ്പിറേറ്ററി പാരാലൈസിസ്. നെക്സ്റ്റ് ഇറിറ്റബിലിറ്റി, ഡിസ്ഓറിയൻറ്റേഷൻ, ഫീലിംഗ് കൺഫ്യൂസ്ഡ് ആണ് ഡിസ്ഓറിയൻറ്റേഷൻ. നെക്സ്റ്റ് ട്രമർ എന്ന് വെച്ചാൽ വിറയൽ. അറ്റാക്സിയ, ലോസ് ഓഫ് മസിൽ കൺട്രോൾ ആണ് അറ്റാക്സിയ. നെക്സ്റ്റ് കൺവൾഷൻസ്, കോമ ആൻഡ് ഡെത്ത് ഉണ്ടാവാൻ കാരണം റെസ്പിറേറ്ററി ഫെയിലിയർ ആണ്. ഇത്രയൊക്കെയാണ് ക്ലിനിക്കൽ സിംറ്റംസ് ഓഫ് ഓർഗനോഫോസ്ഫറസ് പോയ്സണിങ്. നെക്സ്റ്റ് മാനേജ്മെൻറ്റ്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. എങ്ങനെയല്ലേ നമുക്ക് ഓർഗനോഫോസ്ഫറസ് പോയ്സണിങ് മാനേജ് ചെയ്യാം അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാം? ഫസ്റ്റ് വൺ, ടെർമിനേഷൻ ഓഫ് ഫെർദർ എക്സ്പോഷർ. ആ പോയ്സണിങ് കോമ്പൗണ്ടിനോടുള്ള ഫെർദർ എക്സ്പോഷർ പ്രിവെൻറ്റ് ചെയ്യുക. എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഫ്രഷ് എയർ കൊടുക്കുക, സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ സോപ്പ് ആൻഡ് വാട്ടർ കൊണ്ട് വാഷ് ചെയ്യുക, ഗ്യാസ്ട്രിക് ലാവേജ്, സ്റ്റൊമക്ക് ക്ലീൻ ആക്കുന്ന പ്രോസസ്സാണ് ഗ്യാസ്ട്രിക് ലാവേജ്. ഇതൊക്കെ ചെയ്തെങ്കിൽ ഫെർദർ എക്സ്പോഷർ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സെക്കൻഡ് വൺ, പേഷ്യൻറ്റിൻ്റെ എയർവേ മെയിൻറ്റെയിൻ ചെയ്യുക. തേർഡ്, സപ്പോർട്ടീവ് മെഷേഴ്സ് കൊടുക്കുക. അതായത് എന്തെല്ലാം? BP മെയിൻറ്റെയിൻ ചെയ്യുക, ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി കൺവൾഷൻ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയസപ്പാം യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിഡോട്ട് കൊടുക്കാം. അതായത് അട്രോപ്പിൻ, പ്രാലിഡോക്സിൻ പോലെയുള്ള ആൻറ്റിഡോട്ട് കൊടുക്കാം. ഹൈലി ഇഫക്റ്റീവായിട്ടുള്ള ആൻറ്റിഡോട്ടാണ് അട്രോപ്പിൻ. 2 mg IV റൂട്ട് വഴി കൊടുക്കുക. എവറി 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. അങ്ങനെ അപ് ടു 200 mg ഒരു ദിവസം അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അട്രോപ്പിൻ. നെക്സ്റ്റ് ആൻറ്റിഡോട്ടാണ് പ്രാലിഡോക്സിൻ. അത് 1 to 2 gram IV കൂടെ കൊടുക്കാം. ചിൽഡ്രൻ ആണെങ്കിൽ 20 to 40 mg per kg. എത്ര നേരത്തെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നോ അത്ര നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഡോസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ ഓക്സിൻസ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് സെക്കൻഡറി ടു ദാറ്റ് ഓഫ് അട്രോപ്പിനാണ്. അതായത് പ്രാലിഡോക്സിൻ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അത് സെക്കൻഡറി ആയിട്ട് മാത്രം ഉപയോഗിക്കുക. അട്രോപ്പിനാണ് മെയിൻ. മറ്റു ഓക്സൈംസിന് എക്സാമ്പിളാണ് ഓബിഡോക്സൈം, ഡൈഅസറ്റൈൽ മോണോക്സൈം. നെക്സ്റ്റ്, ക്രോണിക് ഓർഗനോഫോസ്ഫറസ് പോയ്സണിങ്. റിപ്പീറ്റഡ് എക്സ്പോഷർ ടു ഓർഗനോഫോസ്ഫേറ്റ് എന്തിന് കാരണമാവും? പോളിന്യൂറൈറ്റീസ് ആൻഡ് ഡീമൈലിനേഷൻ. പോളിന്യൂറൈറ്റീസ് എന്ന് വെച്ചെങ്കിൽ മാൽ ഫങ്ഷനിങ് ഓഫ് പെരിഫറൽ നെർവ്സ്. ഡീമൈലിനേഷൻ മീൻസ് ഡാമേജ് ഓഫ് മൈലിൻ ഷീത്ത്. പിന്നെ സെൻസറി ഡിസ്റ്റർബൻസ് ഉണ്ടാവും, മസിൽ വീക്ക്നെസ് ഉണ്ടാവും, പാരാലൈസിസ് ഒക്കെ ഉണ്ടാവും. ക്രോണിക് ഓർഗനോഫോസ്ഫറസ് പോയ്സണിങ് ആണ് സംഭവിച്ചതെങ്കിൽ റിക്കവർ ആവാൻ വേണ്ടിയിട്ട് കുറേ വർഷങ്ങളെടുക്കും. മെക്കാനിസം ഓഫ് ടോക്സിസിറ്റി അൺനോൺ ആണ്. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇതിനില്ല. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് സിംറ്റംസ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഓർഗനോഫോസ്ഫറസ് പോയ്സണിങ്. പിന്നെ ക്രോണിക് ഫോസ്ഫറസ് പോയ്സണിങ്ങിനെ കുറിച്ചിട്ടും ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ബൈ.